സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു അള്ളാഹു തന്നൊരു നിഅമത്താണ്. അതിൻ്റെ ദുരുപയോഗം വല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. ഇപ്പം നമ്മളെ ആളുകളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാം. ഉമ്മത്തിൽ വിഘടനം, ഒരു ഭിന്നിപ്പുണ്ടാകുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരം എഴുത്തുകൾ ആരും ചെയ്യരുത്, ദയവ് ചെയ്ത് പറയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരിലാണെങ്കിലും സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ പേര് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഭിന്നിപ്പുണ്ടാക്കരുത്. കാരണം അത് അള്ളാഹുവിന് അത്രമേൽ വെറുപ്പുള്ള കാര്യമാണ്. ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നത് കാണാനും അതിൽ സന്തോഷിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഇവിടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ്, സമസ്തകേരള ജമിയത്തുൽ ഉലമ അത് അജയ്യമായിട്ട് തന്നെ നിലനിൽക്കണം. അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ അസ്തിത്വം അതും നിലനിൽക്കണം. രണ്ടും ഒരുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സെക്കുലർ രാജ്യമാണ്. നമ്മുടേതായ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ഇസ്സത്തുള്ളൊരു അസ്തിത്വം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള എഴുത്തുകളും വാക്കുകളും നമ്മുടെ സൈബർ പോരാളികളൊന്ന് നിർത്തിവെച്ചാൽ ഉമ്മത്തിൽ വലിയ ഖൈറുണ്ടാവും. ഒരുപാട് മനസ്സിന് വിഷമുള്ളതുകൊണ്ട് പറയാണ്, അനാവശ്യമായ മുറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചില ആളുകൾക്ക് ചില ഗൂഢ താല്പര്യങ്ങളുണ്ട്, അത് അവര് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഫضലോടുകൂടെ അത് നടക്കൂല. ഈ ഉമ്മത്തിന്റെ ഐക്യം ആർക്കും തകർക്കാൻ കഴിയില്ല. അത് തകരുന്നൊരവസ്ഥ വരരുത്. നമ്മുടെ നേതാക്കന്മാർ, സയ്യിദന്മാർ അവരത് ഇരുന്ന് ചർച്ച ചെയ്ത് രമ്യമായ രീതിയിൽ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് കയറിയിട്ട് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് ഇസങ്ങളൊക്കെ ആയിട്ട് പരസ്പരം കടിച്ചു കീറുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്തും നമീബത്തും പറയാം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് പേഴ്സണൽ അറ്റാക്കുകൾ ചെയ്യുക, അതൊരു ശീലമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ദയവ് ചെയ്തിട്ടത് നിർത്തണം. അള്ളാഹുവിന് വേണ്ടി പറയാണ്, നിങ്ങളത് ചെയ്യുന്നത് വലിയ ഗുണമുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ എത്ര ഒരു കാര്യം ഗുണദോഷിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാസിം ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണ വിഷയത്തിലെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പോഴേക്കും മേക്കെട്ട് കയറി എന്തൊക്കെയാ വിളിച്ചു പറയണത്. ആ വിഷയത്തിന്റെ ഗൗരവം, അപ്പോൾ അദ്ദേഹം അത് തിരുത്തി അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അതിന് വിശദീകരണം തന്നു. ഞാൻ പറഞ്ഞു തന്നെയാണ് അതിന്റെ മറുവശം എന്താണെങ്കിൽ ആ മറുവശം പറയണം. ദ്വയാർത്ഥമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചതെങ്കിൽ അത് പറഞ്ഞ വിഷയം തീരും. അല്ലെങ്കിൽ ഗുരുതരമായ ശരീഅത്തിന്റെ ഷിആറുകളെയൊക്കെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വേദന. എന്നല്ല ഉസ്താദുമായിട്ട് നമുക്ക് ഒരു വൈരാഗ്യമല്ല. എൻ്റെ നാട്ടിൽ എത്രയോ വർഷത്തെ ഖാദിയായിരുന്നു, ഇപ്പോഴും നാടുമായിട്ട് ബന്ധമുള്ള ആൾ, പേഴ്സണലി എനിക്ക് ബന്ധമുള്ള ആളാണ്. അതൊക്കെ വെച്ചിട്ട് എന്തോ ഉസ്താദിനോട് വൈരാഗ്യമുണ്ട്, അങ്ങനെ ഞാൻ പേര് പോലും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാണ്, ഒരു വൈരാഗ്യം ആരോട് എൻ്റെ മനസ്സിലില്ല. എനിക്ക് ശത്രുക്കളില്ലാത്ത ഒരാൾ, എനിക്ക് ശത്രുക്കളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ ആരും ശത്രുക്കളായിട്ടില്ല. നമ്മൾ ഖൈറെ ഉദ്ദേശിക്കുന്നു, പക്ഷെ അതിന് ആ ഒരു നന്മ പറയാൻ പോലും സമ്മതിക്കാതെ വായ മൂടിക്കെട്ട്. അത് സമസ്ത സത്യസരണി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ മറുപടി തന്നതൊക്കെ ഞാൻ കണ്ടു. ദയവ് ചെയ്ത് സമസ്തയുടെ പേര് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. അത് എഴുതിയ ആൾ ആരാണെങ്കിലും അതൊക്കെ ഒരു താഴ്ന്ന നിലവാരമുള്ള എഴുത്തുകളാണ്. അങ്ങനെ അതല്ല, നമ്മൾ വിഷയത്തെ വിഷയമായിട്ട് തന്നെ കാണണം. വിശുദ്ധ മദീനയെയും മക്കയെയും ബഹുമാനമില്ലാതെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അതറിയാതെ വന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാവിൽ പിഴവ് സംഭവിച്ചതോ മറ്റെന്തെങ്കിലും ഒരു പ്രയാസം സംഭവിക്കുമ്പോഴേ അങ്ങനെ ഒരു മനുഷ്യൻ പറയുള്ളൂ. സ്വബോധമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവരെങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എൻ്റെ വേദന പറയാണ്. കാരണം മക്കയോടോ മദീനയോടോ പ്രതിബദ്ധതയുണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ വിഡ്ഢിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ മുമ്പും ശേഷം കേട്ടില്ലെങ്കിലും ആ സ്റ്റേറ്റ്മെന്റിന് എന്ത് വ്യാഖ്യാനം കൊടുക്കും? മദീന എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളാണ്. ആ തങ്ങൾ മരിക്കുമ്പോൾ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത്. ശരി, മദീനയോടും മക്കയോടും പ്രതിബദ്ധത ഉണ്ട് എന്ന് വിചാരിക്കുന്നവൻ വിഡ്ഢിയാണെന്ന് പറഞ്ഞാൽ ആ മദീനക്ക് അർത്ഥം എന്താണ്? നമുക്ക് വേദനയുണ്ട്. മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ആ മദീനയുടെ അർത്ഥം എന്താ? മദീന എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതൊന്നും നോക്കാതെ നമ്മുടെ സത്യസരണിക്കാരിങ്ങോട്ട് കയറിയിട്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. നമ്മൾ സത്യത്തെ സത്യമായി കാണണം. തെറ്റ് തിരുത്താലോ, തിരുത്താനുള്ളത് നമുക്കും തെറ്റ് പറ്റും. അങ്ങോട്ട് മേക്കെട്ട് കയറി ചവിട്ടി നിരങ്ങി പാണക്കാട് തങ്ങളെ ഖാലിസ്ഥാനം വരെ അതിൽ കൂടി എഴുതി. ഉസ്താദും കുടുംബവും ജോലിയും ഇതൊക്കെ അതിൽ വന്നു. അപ്പോൾ എന്തൊക്കെയോ കുടില ശത്രുത ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള എഴുത്തുകളാണ്. അത് ആ സത്യസാരണി എന്നുള്ള പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും അങ്ങനെയാണെങ്കിൽ.
അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മാന്യമായിട്ടും ന്യായമായിട്ടും കാര്യങ്ങൾ എഴുതണം. എന്തല്ല, സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോളൂ. അത്തരം ഹുർമത്തില്ല, ദീനിന്റെ ബഹുമാനം നഷ്ടപ്പെടുന്ന പ്രയോഗങ്ങൾ ആര് ചെയ്യുമ്പോഴും അത് നമ്മുടെ ആൾക്കാർ പറയുമ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. നാട്ടുകാർ പലതും പറയുന്നുണ്ടാവും, വേറെ പല സംഘടനക്കാരും പറയുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചൂടെ? അങ്ങനെ പറയുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറവോ മറ്റോ സംഭവിച്ചത് കൊണ്ടാകുന്ന ഞാൻ പറഞ്ഞു. എന്നല്ല ഉസ്താദിന് ഭ്രാന്താണെന്നാണോ ഞാൻ പറഞ്ഞത്? അതുപോലും കേൾക്കാതെ, അല്ലെങ്കിൽ ഞാനതിന് അവസാനം പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് ദ്വയാർത്ഥമുള്ളതാണെങ്കിൽ ആ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരണം. പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നൊരു സദസ്സായിരിക്കുമ്പോൾ, മുഅ്മിനീങ്ങളല്ല മസീഹുദ് ദജ്ജാലിന്റെ കൂടെ ഉണ്ടാവുക, അവിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ വേറെ ആൾക്കാർക്ക് സന്തോഷിക്കാം. പക്ഷെ ഒരു മുഅ്മിനത് കേൾക്കുമ്പോൾ ഇത്ര വേദന ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചാലും വാക്കുകൾ പറയുന്നിടത്ത് ശ്രദ്ധിക്കണം. ദീനിന്റെ വാക്കുകൾ അനാദരവ് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. അത് ഗുരുതരമായ അബദ്ധമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറച്ചു നിൽക്കാൻ. ദീനിന്റെ ഷിആറുകളെ ഹജ്ജിന് മനിസ്തത്താഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ മനസ്സിൽ വേദന കൊണ്ട് ഞാൻ പറഞ്ഞതാ. മക്കയിലേക്ക് ഹജ്ജിന് വരണം, മനിസ്തത്താഅ ഇലൈഹി സബീല, അതിനർത്ഥം വെച്ചെടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. അതിന് ഫുഖഹ കൊടുത്ത അർത്ഥമല്ല അവിടെ പറഞ്ഞത്. നേര് പറഞ്ഞിട്ട് സൗകര്യമുള്ളവർ പോന്നാൽ അങ്ങനെയാണോ അതിനർത്ഥം? മനിസ്തത്താഅ ഇലൈഹി സബീല. പിന്നെ കവിതയാണ്, സൂഫിസമാണ്. ഹുർമത്തും ബഹുമാനവും ഇല്ലാതെ എന്ത് സൂഫിസാണ്? ഒരു തസൂഫ് അറിയില്ല ഉദവിക്ക്. തസൂഫ് പഠിച്ചിട്ടുണ്ട്. അറ്റിപ്പറ്റി ഉസ്താദിനെ നേരിട്ട് കണ്ടുപിടിച്ച ആളുകളാണ് ഞങ്ങൾ. നമ്മുടെ ഉസ്താദ് മറിച്ച് ശരി ഉസ്താദാണ്, അതൊന്നും പറഞ്ഞുതരാം. എന്നിട്ട് പറയാ അങ്ങനെ എന്തൊക്കെയോ വ്യക്തിപരമായി ആക്ഷേപിക്കുക. നമ്മൾ ആർക്ക് എന്തിനാണ് നമ്മൾ ഈ മൂട് താങ്ങുന്നത്? തെറ്റ് തന്നെയല്ലേ, അത് തിരുത്തണം. അൽഹംദുലില്ലാ, ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത്തരം പദപ്രയോഗങ്ങൾ വരാൻ പാടില്ലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയം പറഞ്ഞപ്പോഴാണെങ്കിലും കഅബയെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിലും എനിക്ക് അത്രേ ഉള്ളൂ. അല്ല ഹംസ യൂസുഫിനെ, എനിക്ക് ഹംസ യൂസുഫ് ഒരു ബന്ധം, ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. ഹംസ യൂസുഫിനെ പറഞ്ഞത് മുതൽ ഉദവിക്ക് കാസിമിയോട് ചോദിച്ചു, പൊന്നു ചങ്ങന്മാരെ, നിങ്ങൾ സത്യസരണിയാണെങ്കിൽ ഒന്ന് സത്യത്തിൽ കേൾക്കും, അല്ലെങ്കിൽ പേര് മാറ്റി ഹാസ്യസരണി എന്ന വേറെ എന്തെങ്കിലും ഇട്ടേക്ക്. ഹംസ യൂസുഫ്, ഷെയ്ഖ് ഹംസ യൂസുഫ് എന്താ, അദ്ദേഹം ദഅവത്ത് ചെയ്യുന്നൊരു നല്ല മനുഷ്യനാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാവരും വഹാബി കുത്തി ചാപ്പ കുത്തി സ്വർഗത്തേക്കൊന്നും ആളുണ്ടാവില്ലേ? അദ്ദേഹത്തെ വഹാബിസം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് അദ്ദേഹം ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ആളെ പുകഴ്ത്തി പറഞ്ഞു എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പുകഴ്ത്തി പറഞ്ഞിട്ടില്ല, അതാ രസം. ഇബ്നു തൈമിയ്യ ഗോളശാസ്ത്രത്തിനും അറബ് ഭാഷക്കും ഒരുപാട് സംഭാവന ചെയ്ത പണ്ഡിതനാണ് എന്ന് പറഞ്ഞതിനാണ്. ഇത് പറയുമ്പോഴേക്കും വഹാബിയാവുമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ദീന്റെ ഷിആറുകളെ ഇങ്ങനെ ഇകഴ്ത്തി പറഞ്ഞ എന്താവുക? അങ്ങനെയാണ് ഫിരി എന്ന് പറഞ്ഞ വലിയ സുന്നി പണ്ഡിതൻ, ലോകത്തറിയപ്പെട്ട യമനിയായ പണ്ഡിതൻ. അദ്ദേഹം എന്താ ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞു? മൂപ്പരെ പിടിച്ച് വഹാബിയാക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ എല്ലാവരും വഹാബിയാക്കാൻ തിരിഞ്ഞാൽ ഇവിടെ എന്താ ആരും ഉണ്ടാവില്ലേ സുന്നത്തി ജമാഅത്തിന്? അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയണത്. അങ്ങനെ ചാപ്പ കുത്താൻ നമ്മൾ ആരെയും വിധി പറയാനല്ല. അതൊക്കെ അവരുടെ ഖൽബും അവരുടെ അമലുകളും അല്ലാഹുവേ അറിയുള്ളൂ. ഒരു മനുഷ്യൻ ഇപ്പോ ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ എന്നതിന്റെ ഫിഖ് എന്താ? അവന്റെ നീയത്ത് ആ മനുഷ്യനെ ആരാധിക്കലാണെങ്കിൽ മാത്രമേ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുള്ളൂ. ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടു, ഓൻ വേറെ ആൾക്ക് സുജൂദ് ചെയ്തു, ഓൻ ഇസ്ലാം കാഫിറ, അങ്ങനെ വിധി പറയാൻ പറ്റും? അയാളോട് പോയി ചോദിക്കണം, നീ എന്തിനിത് ചെയ്തു? അവന്റെ നീയത്ത് ഇബാദത്താണെങ്കിൽ ആ മനുഷ്യനെ ഇബാദത്ത് ചെയ്യാൻ ഇസ്ലാം എന്ന് കുഫറാണ്. ഇങ്ങനെ മനുഷ്യന്റെ നീയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ ഈമാന്റെ വിഷയങ്ങൾ. അപ്പൊ അതൊന്നും അങ്ങനെ കയറി പറയുന്നത് ശരിയല്ല എന്ന നമ്മുടെ പരിമിതി. ഞാൻ ഒരു അറിവില്ല, ജാഹിലും വിഡ്ഢിയും അഹങ്കാരിയും ഒക്കെ ആണെന്ന് ഇത് ആയിക്കോട്ടെ, ഞാൻ അതൊക്കെ സംഭവിച്ചു, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ദീനിൽ അറിയപ്പെട്ട വിഷയങ്ങളെ അനാദരവിന്റെ ഭാഷ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വഅദിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. അത് ദീനു അഖ്ലാഖ്. സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനമാണ്. ആദരവും ബഹുമാനം അല്ലാതെ എന്ത് സൂഫിസം, എന്ത് തസൗഫ് നിങ്ങൾ പറയുന്നത്? തസൗഫാണെന്ന് പറഞ്ഞു. തസൗഫ് എന്താന്ന് അത്തിപ്പറ്റുസ്ഥാനിൽ നിന്ന് പോയി പഠിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലെവലില്ലാതെ എഴുതുന്ന ആൾക്കാർ, ഞാൻ പറയാം, അവരൊക്കെ എന്തൊക്കെയോ വൈരാഗ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സമസ്ത എന്നുള്ള പേര് കണ്ടതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ സമസ്തക്കാരും അല്ല, നിങ്ങൾ സത്യസാരണിയല്ല. ദയവ് ചെയ്തിട്ട് സമസ്ത എന്താണെന്നും നല്ല മാർഗം എന്താണെന്നും പഠിച്ചിട്ട് എന്ത് ചെയ്യുക, വിഷയങ്ങൾക്ക് അനുചിതമായ മറുപടി തന്നോളൂ എന്നല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പരിഹസിക്കുക ആക്ഷേപിക്കുക അല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പണ്ഡിതനിൽ നിന്ന് അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ തെറ്റാണ്. ഒരു വാക്ക് ചെയ്തിട്ടുണ്ട്, ശൈലിയോടെ അങ്ങ് യോജിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ദീനാണിത്. മക്കയോടും മദീനയോടും പ്രതിബദ്ധതയില്ല എന്ന് വന്നാൽ പിന്നെ എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? പിന്നെ നമ്മളതിന് വലിഞ്ഞ അർത്ഥം വെക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം അതാണ്. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞുകൊടുത്തൊക്കെ അർത്ഥം കൊടുക്കാൻ പറ്റൂല. ആ ഒരൊറ്റ സ്പീച്ചിൽ തന്നെ, അത് മുഴുവൻ കേൾക്കാത്തത് കൊണ്ടല്ല, കേട്ടതിലെ വേദന കൊണ്ട് പറയാണ്.
അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് നമുക്ക് പുറത്തു തരട്ടെ. അദ്ദേഹത്തോട് ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒന്നുമില്ല. നല്ല മനുഷ്യൻ. അദ്ദേഹം ഇപ്പോഴും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് ഖാസിം മിസ്ത. ഒരുപാട് ദീനിന് ഖിദ്മത്ത് എടുത്ത ആളാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഒരുപാട് സേവനം ചെയ്ത് നമ്മളതൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഒരുപാട് സേവനം ചെയ്ത ആളാണ്. പക്ഷേ ഇങ്ങനത്തെ വാക്ക് സ്ഖലിതങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒരിക്കലും വരാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അതിനാ മുഹമ്മദ് വന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്നെങ്കിലും പറയണ്ടേ, എന്നിട്ട് പിന്നെ സലാം പറഞ്ഞോട്ടെ. അതിനാ മുഹമ്മദ് വന്ന്. അത് എന്ത് തന്നെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും, അത് എന്ത് സൂഫിസാന്ന് പറഞ്ഞാലും അദബുകേടാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ ഷിആറുകളെ ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന വാക്കുകൾ എന്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. ആരുടെ ഭാഗത്തിന് തിരുത്തി? അദ്ദീനു അൻ നസ്വിഹ. ദീൻ എന്ന് പറഞ്ഞ ഗുണകാംക്ഷയല്ലേ? അത് പറയാൻ വിടാൻ എന്ത് ചെയ്യും? അത് പറഞ്ഞാൽ അതിനും പരിഹസിക്കുക. അതും നമ്മളെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പരിഹസിക്കുന്നത്. അതാണ് അത്ഭുതം. അപ്പൊ എന്ത് ദീന്റെ ഖിദ്മത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടി ഞങ്ങൾ ചിന്താബാധ വിളിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അതുകൊണ്ട് ഉമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കണം. നന്മയെ നന്മയായും തെറ്റിനെ തെറ്റായിട്ടും തന്നെ കാണാം. നമ്മളൊക്കെ മനുഷ്യന്മാരെ, എല്ലാവർക്കും തെറ്റ് പറ്റും. തെറ്റ് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാനൊരു അപ്പോളജി പറയാം. ഖാസിം ഉസ്താദ് എങ്ങാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദിനോട് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് പറയണം. എന്തല്ല, ഉസ്താദിനെ ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ ചെറുതായി കാണുകയോ ഒരിക്കലുമല്ല. അദ്ദേഹം ഒരുപാട് അറിവുള്ള വലിയ പണ്ഡിതനാണ്. പക്ഷെ ആർക്കും ചില സന്ദർഭം തെറ്റുപറ്റാം. അങ്ങനെ ഒരു വാക്കൊന്നും അങ്ങനെ ഒരു നല്ല സ്വമേധയ ഒരു നല്ല ഒരു ഓർമ്മയിലിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ എന്തെങ്കിലും ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ടാവും, വല്ല ലിസാനോ വല്ല അയിനോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവും എന്ന് അവരെ എഴുതറാൻ ഞാൻ പറഞ്ഞത്, എക്സ്ക്യൂസാ പറഞ്ഞത്. അതുവരെ ആക്ഷേപിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് സമസ്ത സത്യസരണി എന്നുള്ളൊരു ഗ്രൂപ്പിനോടാ പറയുന്നത് കേട്ടോ. അത് നമ്മളെ പേർക്കാരല്ലേ, നമ്മളെ പേർക്കാരിങ്ങനെ മേക്കെട്ടുകാരെന്നാ. ബാക്കി സലഫികളോ കുത്തുന്നുണ്ട്, ബാക്കിയുള്ളവരോ അടിക്കുന്നുണ്ട്, സംഖ്യകൾ ഇപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാ പീസ് ഔട്ട്. അപ്പൊ ഇവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താ? അത് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. നമുക്ക് ആരോട് വിദ്വേഷമില്ല, ഒന്നുമില്ല, ഗുണകാംക്ഷയേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് ഈ പേനയുന്തികളൊന്നും ഇരുന്നാൽ തന്നെ, ഒന്ന് മിണ്ടാണ്ടിരുന്ന, ഒന്ന് എഴുതാതിരുന്നാൽ 2 ആഴ്ച 1 മാസം കൊണ്ട് തീരാവുന്ന വിഷയം നമ്മുടെ വിഷയങ്ങളിലുള്ളൂ. അത് അല്ലാഹു തആല പെട്ടെന്ന് പരിഹരിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ മഹാനായ അധ്യക്ഷൻ ജഫരി മുത്തുക്കോയ തങ്ങൾ അവറുകൾ വളരെ കറകളഞ്ഞൊരു മഹാനാണ്. തങ്ങൾക്കും ആരോടൊരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഒന്നുമില്ല. പാണക്കാട് കുടുംബത്തോട് ആദരവാണ്. ഇപ്പോഴത്തെ വിഷയത്തിൽ ഞാൻ നേരിട്ട് ആ വിഷയത്തിൻ്റെ ഒരുപാട് അവസ്ഥകൾ അന്വേഷിച്ചറിഞ്ഞപ്പോഴേ മഹാനായ തങ്ങൾ അവറുകൾ അത്രയും ബഹുമാനത്തിലും ആദരവിലുമാണ് പാണക്കാട് കുടുംബത്തെ കാണുന്നത്. പക്ഷേ ഈ അണികളിൽപ്പെട്ട ആളുകൾ, ചില ആളുകൾ മുതലെടുക്കുന്നുണ്ട്. അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അവരാണ് ആ കുടുംബത്തെ, പാണക്കാട് കുടുംബത്തെ കരിവാരിത്തേക്ക്. തെറ്റുകൾ മനുഷ്യന്മാർക്ക് അവിടെ തിരുത്തണ്ടേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? സയ്യിദന്മാരാണെങ്കിലും ആലിമീങ്ങളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെടുത്ത് തിരുത്താവുന്ന വിഷയമേ ഉള്ളൂ. അത് നമ്മൾ ഊതി വീർപ്പിച്ച് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഹാസ്യവും കളിയാക്കലും ഒക്കെയായി എഴുതുമ്പോൾ ആ മുറിവിന് ആഴം കൂടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊറുക്കൂല. ഈ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെയാണ് നമ്മൾ ഈ പിച്ച് ചീന്തുന്നത്. അതുകൊണ്ട് ഈ സൈബർ പോരാളികൾ ദയവ് ചെയ്ത് വീട്ടിൽ നിന്ന് എഴുത്തൊക്കെ നിർത്തി എന്തെങ്കിലും പണിക്ക് പോയാൽ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ ഇൽഫത്തും വഹ്ദത്തും ഒരുമയും അള്ളാഹു തന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.